ഒരുപാട് ഇപ്പൊ കണ്ടു. പക്ഷെ നടന്മാരുടെയും നടിമാരുടെയും ശബ്ദമില്ലാതെ തന്നെ, രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദമില്ലാതെ തന്നെ ശബ്ദം കൊണ്ട് മാത്രമുള്ള ഒരു സൗണ്ട് മാജിക്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ആരംഭിക്കട്ടെ? ഓക്കെ, ഞാൻ ഈ ബൈക്കും ചെക്കിന് 2 1 2 3. അതായത് എൻ്റെ നാട് എന്ന് പറഞ്ഞൊരു ചീറ്റുവ നമുക്ക് പറയാം, ചാവക്കാട് ഗുരുവായൂരൊക്കെ അടുത്താണ്. അപ്പോൾ എല്ലാവരും ഇന്ന് എൻ്റെ നാട്ടിലേക്ക് ക്ഷണിക്കുക. തിരുവോണമല്ലേ? അപ്പോൾ എൻ്റെ വീട് നിൽക്കുന്ന ഒരു കടലിന്റെ തീരത്താണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യമായി ഒരു കടലിന്റെ തീരത്തേക്ക് കൊണ്ടുപോകാണ് ഒരു ബ്യൂട്ടിഫുൾ സീ ഷോ. ഈ കടലിലെ തീരത്താൽ വളരെ ദൂരെ നിന്ന് വരുന്ന മീൻ പിടിക്കുന്ന ബോട്ടുകളുടെ ശബ്ദം കേൾക്കാൻ സാധിക്കും. അതെങ്ങനെയാണ്? ഈ ബോട്ട് വളരെ അടുത്ത്, ബാക്കിലേക്ക് ശരിക്കും കേട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ബോട്ടിനെ യു ടേൺ ചെയ്ത് നമ്മുടെ അടുത്തേക്ക് എത്തിയാൽ ആ യമഹ എഞ്ചിൻ ഫിറ്റ് ചെയ്തുള്ള ശബ്ദം കുറച്ചുകൂടെ വ്യത്യാസമാണ്. കുറെ ആൾക്കാർ ചിന്തിച്ചിരിക്കുന്നത് ഹെലികോപ്റ്ററിന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചില്ലേ? ഹെലികോപ്റ്ററിന്റെ ശബ്ദം പോലെയുണ്ട് ശരിക്കും. അപ്പൊ അതിന്റെ വ്യത്യാസം കാണിച്ചാൽ വളരെ ദൂരെ കൂടെ പോകുന്ന ഹെലികോപ്റ്ററിന്റെ ശബ്ദം എങ്ങനെയാണ്? ഇങ്ങനെയാണെങ്കിൽ ഒരു ഏവറേജ് ഹൈറ്റ് വരുമ്പോൾ ഇതിന്റെ ശബ്ദം കുറച്ചുകൂടെ മാറും. ഒരു ഏവറേജ് ഹൈറ്റ് ആണെങ്കിൽ പക്ഷെ ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ലാൻഡ് ചെയ്തതിനു ശേഷം മേലെ ഫാൻ മാത്രം കയറും. പക്ഷെ നമുക്കറിയാം ഇത്രയും ആൾക്കാരുണ്ട് വലിയ കാര്യം. കാരണം തിരുവോണം കഴിഞ്ഞ് ഗംഭീര മഴയായിരുന്നു. അവിടെയൊക്കെ നിലത്തൊക്കെ ആകെ വെള്ളമാണ്. എന്നിട്ട് നിങ്ങൾ എഴുതുന്നത്. പക്ഷെ ആ മഴയ്ക്ക് ഒരു പ്രത്യേകത, മഴയുടെ ശബ്ദം വളരെ രസകരമാണ്. അപ്പോൾ ഒരു ഇടിവെട്ടി മഴ പെയ്യുന്ന ആ കർക്കിടകം കഴിഞ്ഞ് എന്നാൽ ഈ ഹാളിനുള്ളിൽ ഒരു നല്ല ഒരു മഴ ശബ്ദത്തിന്റെ ഒരു മഴ പെയ്താൽ അതിന്റെ ശബ്ദം എങ്ങനെയായിരിക്കും? മഴയ്ക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ തുള്ളികൾ ഇങ്ങനെ, ചെറിയ കുട്ടികളൊക്കെ നടക്കും. കൈയടിയില്ല, കൈയടിച്ചാൽ ആയുസ് കൂടുമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ മഴയൊക്കെ കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോഴുള്ള പ്രഭാതം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറമാണ്. അപ്പൊ പ്രഭാതം എന്ന് പറയും ഇന്നൊക്കെ മൊബൈലിലൊക്കെ അലാറം വെച്ചിട്ടാണ് എഴുതിക്കുന്നത്. അപ്പൊ പഴയ ഫോണിനെ കുറിച്ച് പറയാം. പഴയ കാലത്തുണ്ടായിരുന്ന ഫോൺ എന്ന് പറയുമ്പോൾ ട്രിങ്ങിങ് കഴിക്കുന്ന ഫോണല്ലേ അല്ലേ? അത് കഴിഞ്ഞിട്ട് പോളിഫോണിക് ഫോൺ, അതായത് ഇങ്ങനെ ഞെക്കികൾ ഇതായി. പിന്നെ മെസ്സേജ് വരുന്ന ഒരു സംഭവം, മെസ്സേജ് ഒക്കെ വരുന്നത് പേജർ എന്ന് പറയും. അന്നത്തെ മെസ്സേജ് ഇങ്ങനെയാണെങ്കിൽ ഇന്ന് മെസ്സേജ് വരുന്നത് അല്ലേ? പക്ഷെ അതിന്റെ ഉള്ളിലും വടിവേലു സാറിന്റെ സൗണ്ട് മിക്സ് ചെയ്തപ്പോ അങ്ങനെയൊക്കെ ഈ മെസ്സേജ്. അപ്പൊ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഈ ഫോൺ അങ്ങോട്ട് സൈലന്റ് ആക്കി വൈബ്രേഷൻ ആക്കി അവിടെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോരുക. അപ്പൊ ഈ വൈബ്രേഷൻ മോഡിന് പ്രത്യേക ശബ്ദം അതെങ്ങനെയാ? രാത്രി കാലങ്ങളിൽ നമ്മുടെ ചേച്ചിമാർക്ക് ഒരു അബദ്ധം പറ്റും. ഇത് സൈലന്റിലാക്കിയിട്ട് മേശപ്പുറത്ത് വെക്കും അല്ലേ? അപ്പൊ രാത്രി കോള് വരുമ്പോൾ അതിന്റെ ശബ്ദം കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറും. പിന്നെ രാത്രി ചാറ്റ് ചെയ്യുന്ന ചേട്ടന്മാർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ഫോൺ എടുത്തിട്ട് സ്പീക്കറിന് ഇവിടെ കൊണ്ടുവയ്ക്കും അല്ലേ? അപ്പൊ അതിലേക്ക് കോള് വരുന്നതിന് മുമ്പ് തന്നെ ഈ സ്പീക്കറിൽ ഒരു സിഗ്നൽ കാണിക്കും. എങ്ങനെയാ? ഓക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നും കുറച്ച് മാറിപ്പോയി. ആ പ്രഭാതം ആ കിളികളുടെയൊക്കെ ശബ്ദം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ?
അങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ 2 കോഴിയിൽ നിന്ന് തല്ലുകൂടുന്നു. എന്താണെന്ന് അറിയില്ല, നമുക്ക് കണ്ടു നോക്കാം. ഇതൊക്കെ ഉണ്ടായിട്ട് ഞാൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഇത്രയും നേരമായിട്ട് എഴുന്നേറ്റിട്ടില്ല. എഴുന്നേക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു മില്ലുണ്ട്, അതവിടെ അത് മരക്ക് മുറിക്കുന്ന ഒരു ഫർണിച്ചർ കടയുണ്ട്. അവിടെയാണെങ്കിൽ ഇവിടെയൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ മെഷീൻ വന്നു അല്ലേ. പക്ഷെ അവിടെ ഇപ്പോഴും ആ കൈവാള് തന്നെയാണ്. ആ കൈവാള് കൊണ്ട് മുറിക്കുമ്പോഴുള്ള ശബ്ദം, ചെറിയ മരങ്ങളൊക്കെ മുറിക്കുമ്പോൾ അവർ മാത്രമുള്ളൂല്ലേ, നിങ്ങളൊന്നും കൈയടിക്കില്ല. അത് ഇത് ചെറിയ മരമായതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഈ കുറച്ചും കൂടി വലിയ മരങ്ങളാണെങ്കിൽ കൈയടിക്ക് തോന്നുന്നു അല്ലേ. വലിയ മരങ്ങളൊക്കെ മുറിക്കും, വലിയ വാള് തന്നെ ഉണ്ട്. പക്ഷെ മരങ്ങളൊക്കെ മുറിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അവിടെ ഈ പ്ലൈവുഡുകളാണ് മുറിക്കും. പ്ലൈവുഡ് പലകകളൊക്കെ മുറിക്കുമ്പോൾ ശബ്ദം കുറച്ചുകൂടി കൂടെ മാറും. ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കഴിച്ച പൈസ എന്നിട്ടാന്ന് പറയട്ടോ. അപ്പോൾ ഈ അവിടെ അതൊക്കെ കഴിഞ്ഞ വീട്ടില് പ്ലംബിങ്ങിന് ആള് വരും. അതായത് അത് അവരൊക്കെ ഞാൻ എക്സോബ്ലേഡ് കൊണ്ടാണ് പൈപ്പൊക്കെ മുറിക്കുന്നത്. പൈപ്പിന്റെ ശബ്ദം കുറച്ച് മാറും. നല്ല വീട് കുഴപ്പമില്ല, കൂവണ്ട. ഈ ബ്ലേഡ് പൊട്ടിയാലും തൊട്ടപ്പുറത്ത് വെൽഡിങ് ചെയ്യാനുള്ള വെൽഡിങ് മെഷീൻ ഉണ്ട് അവിടെ. ഇത് മിനുസപ്പെടുത്താൻ വേറൊരു സംഭവം ഉണ്ട്. അതായത് കറണ്ട് പോയാലും നമ്മുടെ നാടിന്റെ ആ കടയിലെ പ്രത്യേകത, ആ കടയിൽ ഒരു ജനറേറ്റർ ഉണ്ട്. പഴയ കാലത്തെ ജനറേറ്ററാ. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കോമഡിയാണ്. മണാന്ന് വെച്ചില്ല ഇല്ല. അങ്ങനെ കറണ്ട് വന്നപ്പോൾ എനിക്ക് അറിയാം നിങ്ങൾ പാട്ട് എല്ലാവരും പാടാൻ കേൾക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. എൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ പാട്ടിനെ കുറിച്ച് 2 വാക്ക് പറയാം. അതായത് പഴയ ഞാൻ സൺ ടി വിയിലാണ് പ്രോഗ്രാം. അന്നൊക്കെ മ്യൂസിക് ചെയ്ത് ഗജിനി എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ സുട്രു വി സൂഡറി എന്നൊരു പാട്ടുണ്ട്. അതിന്റെ റിതം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിതം എങ്ങനെയാന്ന് നോക്കാം. ഇതിൻ്റെ ഒപ്പം ഒരു കൈയടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായനെ. താങ്ക് യു. പക്ഷെ ഈ സൈഡിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെയൊക്കെ കൈയടിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ പാട്ടില്ലാത്ത കാരണമായിരിക്കും. പാട്ട് എല്ലാവരും താഴത്ത് റെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അതിന്റെ ഹമ്മിങ് ചെയ്യാൻ പാടാൻ അറിയില്ല. അതിന്റെ ഹമ്മിങ്ങും അതിന്റെ മ്യൂസിക്കും 2 ഒരേ സമയത്ത് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് പാടിക്കൊണ്ട് മ്യൂസിക് ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും. അത് എളുപ്പമല്ലല്ലോ, ഒരേ സമയത്ത് പാടിയിട്ട്. എങ്കിലും മലയാളം പാടാനും തമിഴ് പാടാനും ഹിന്ദി പാടാനും ഇവിടെ ആൾക്കാരുണ്ട്. ഇംഗ്ലീഷ് പാടാൻ ആരും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് ഇംഗ്ലീഷ് അപ്പോൾ തെറ്ററിയില്ലല്ലോ, എനിക്കറിയാത്തില്ല. അതുകൊണ്ട് ആ ഇംഗ്ലീഷ് പാട്ടിന്റെ പ്രത്യേകത, A.R. റഹ്മാൻ സാറിന്റെ ഒരു നമ്മുടെ പ്രേ ഫോർ മീ ബ്രദർ എന്ന് പറയുന്ന ഒരു ആൽബം കേട്ടിട്ടുണ്ടോ? അതിൽ 2 ലൈനാണ്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കുറച്ച് ഉണ്ണികൾ ഫ്രണ്ടിൽ നിന്ന് ഇത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ അവർക്കൊരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ അവർക്ക് ഞാൻ ഒരു ബലൂൺ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോയി. ഈ ബലൂണിന്റെ പ്രത്യേകത, ഈ കുട്ടികളുടെ കയ്യിൽ ഈ ബലൂൺ കൊടുത്തു. പെൺകുട്ടികളാണെങ്കിൽ അത് അവരിങ്ങനെ തടവി നോക്കാം അല്ലേ. പക്ഷെ ആൺകുട്ടികളുടെ കയ്യിൽ ഇട്ടിയാലാണ് ഇതിന്റെ ശരിക്കുള്ള ശബ്ദം പുറത്തു വരിക. എടാ അത് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞ് നമ്മളൊക്കെ ചിരിക്കും. പക്ഷെ അവനത് ബുദ്ധിപരമായി എടുത്തിട്ട് എന്ത് ചെയ്യും, ഉള്ളിലെടുക്കുമ്പോൾ ശബ്ദമുണ്ടോ? താങ്ക് യു.
എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവർക്കുള്ള ഗിഫ്റ്റ് കൊടുത്ത് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഈ ഓണസദ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണസദ്യ അല്ല ഓണസദ്യ എന്ന് പറയുന്നത് തെറ്റിപ്പോയി, ഓണസന്ധ്യയാണ്. അപ്പോൾ ഈ ഓണസന്ധ്യയിൽ നിങ്ങൾക്ക് തരുന്ന നല്ലൊരു വെടിക്കെട്ടായാലോ, അതല്ലേ നല്ലത് അല്ലേ? അതായത് ഇത് വെടിക്കെട്ടിന്റെ പ്രത്യേകത കൂടെ ഉണ്ട്. ഇന്നൊക്കെ വെടിക്കെട്ട് എന്ന് പറയുമ്പോൾ ചെറിയ ബോക്സാണ്, അതായത് ചെറിയ ബോക്സ് കൊണ്ടുപോയി അത്രയേ ഉള്ളൂ. പക്ഷെ ശരിക്കുള്ള വെടിക്കെട്ടിന് തീ കൊടുക്കാൻ പോടെ അമിട്ടോ അമിട്ട് കൂട്ടിയില്ലേ, കുഴപ്പമില്ല, കത്തിക്കാം. താങ്ക് യു. ഇനി ഇത്രയധികം ആൾക്കാരെ എൻ്റെ നാട് കാണിക്കാൻ എളുപ്പമല്ല, ട്രെയിൻ എന്നെ വിളിക്കേണ്ടി വരും. അപ്പോൾ കുറച്ചു നേരം ട്രെയിനിൽ യാത്ര ചെയ്യാം. ഇനി ഇത് പാലത്തിന്റെ മേലെ കൂടെ ഒക്കെ കയറുമ്പോൾ അതിന്റെ ശബ്ദം കുറച്ചുകൂടെ പറയാം. ഇത് ചില ആൾക്കാർ ഇതിൽ കിടന്ന് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്യും, രണ്ട് ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്യുമ്പോ കുറെ ആൾക്കാര് ട്രെയിനിൽ വരില്ല, ഫ്ലൈറ്റ് തന്നെ വിളിക്കണം എന്ന് വെച്ചിരിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ട്. ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം പറന്നു പോകുന്നത് പഴയ ഒരു ഫ്ലൈറ്റ് ആണ്. പഴയ ഫ്ലൈറ്റിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇത് പഴയത്. സിനിമയിലൊക്കെ ആണെങ്കിൽ അതിന്റെ ശബ്ദം കുറച്ച്, സിനിമയിൽ കാണുന്ന ഫ്ലൈറ്റിന് വേറെ ശബ്ദമാണ്. കൈഡിയില്ല, കുഴപ്പമില്ല. അതും എനിക്കറിയാം, കാരണം ഇത് ഇവരെല്ലാം നേരിട്ട് ഈ ഫ്ലൈറ്റ് കണ്ടിട്ടുള്ള ആൾക്കാരാണ്, കയറിയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പൊ ശരിക്കും ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴുള്ള ശബ്ദം അവർക്ക് കേൾക്കണം. എന്തായാലും അത് ചെയ്യാം. ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴുള്ള ശബ്ദം എങ്ങനെയാണ്? ഇനി എന്റെ ഉണ്ണികൾക്ക് വേണ്ടി കുറച്ച് ചാനലുകൾ ചെയ്യാം. ആദ്യമായിട്ട് ഒരു ഡിസ്കവറി ചാനലാണ്. Welcome to Discovery Channel. Look at the birds, beautiful bird. Hit the അത് എത്തും അല്ലേ? ഇനി അത് കണ്ടൊക്കെ അതിനെ പൊരിച്ചിട്ടുണ്ടാക്കിയാണ്. പക്ഷെ അത് വേണ്ട. അടുത്ത ചാനൽ ഒരു ഇംഗ്ലീഷ് ചാനലാണ്. അതിൽ മമ്മി റിട്ടേൺസ് എന്ന് പറയുന്ന കണ്ടിട്ടുണ്ടോ? അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും സ്റ്റാർ മൂവീസിലും HBO-ലും. അതിന്റെ ട്രെയിലർ എങ്ങനെയാണ്? The point was a the face Mario, the Scorpion King, the Down King Play, and the Conquer the Long Bird. Okay, what's up? One by one, is slowly, the Scots was over. And finally, there was once again. ഇവിടെ പറയേണ്ട സൺ ടി വിയിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അതിലേക്ക് മലയാളിയായി എന്നെ സെലക്ട് ചെയ്ത ഒരു തമിഴ് സിനിമയാണ് അന്യൻ എന്ന് പറയുന്ന സിനിമ കണ്ടോ? അതിലൊരു ചെറിയ സീൻ
Marco. Mare, Kamanati, ni doctor, Akamisha, ni Moro. உனக்கு தெரியுதோ என்ன சொல்றோம் அந்த கிளப்பட்டது பண்ணது என்னதான் அப்படி சொல்றா ஆமைக்கும் செல்வன் பஜா ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് പോകുന്നു. പ്രതിജ്ഞൻ ബൈ ബൈ.